ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായമായ 50-ാമത്തെ അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. 50-ാമത്തെ അധ്യായത്തിൽ തൻ്റെ പിതാവായ യാക്കോബ് മരിച്ചപ്പോൾ ജോസഫ് പിതാവിൻ്റെ മുഖത്തേക്ക് കമിഴ്ന്നു വീണ് കരയുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭം നമുക്കറിയാം, ദൈവത്തിൽ അത് ആരംഭിച്ചു. അവസാനം അതൊരു പിതാക്കന്മാരുടെ മരണത്തിൽ ചെന്ന് സമാപിക്കുകയാണ്. മരണം അനിവാര്യമായത് എന്തുകൊണ്ട്? റോമാലേഖനം 5-ാം അധ്യായം 12-ാം വാക്യം നമ്മൾ വായിക്കുന്നു, ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപരിച്ചു. ആദാമിൻ്റെ ഒന്നാം മനുഷ്യൻ്റെ ആ പാപമുഖാന്തരമാണ് മരണം ലോകത്തിലേക്ക് വരുന്നത്. എന്നാൽ രണ്ടാം ആദമായി, ഒടുക്കത്തെ ആദമായി വന്ന നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളുടെ വീണ്ടും ജീവൻ്റെ അവസ്ഥയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം നമുക്കിവിടെ പുതിയ നിയമത്തിൽ നമുക്ക് ലഭ്യമാകുന്നു. ഇപ്പോൾ ജോസഫ്, യാക്കോബ് മരിച്ചപ്പോൾ ജോസഫ് തൻ്റെ വൈദ്യന്മാരോട് പറഞ്ഞ് മൃതശരീരം സുഗന്ധവർഗ്ഗമാണ്, കേടുകൂടാതെ സൂക്ഷിക്കുവാൻ. കാരണം ഇതിനി കനാനിൽ കൊണ്ടുവന്ന് സംസ്കരിക്കുന്നത് വരെയും ഇത് കേടുകൂടാതെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. പഴയ കാലങ്ങളിൽ അപ്രകാരമാണ് മൃതശരീരം കേടുകൂടാതെ സൂക്ഷിച്ചു വെച്ചിരുന്നത്. അങ്ങനെയാണ് നമ്മൾ വായിക്കാറില്ലേ, നമുക്കറിയാമല്ലോ, മമ്മികൾ മൃതശരീരം കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കുന്ന രീതി. പണ്ട് രാജാക്കന്മാരുടെയൊക്കെ മൃതശരീരം അങ്ങനെയാണ് ചെയ്തത്. രാജകീയമായ രീതിയിലുള്ള ഒരു വലിയ ശവസംസ്കാരം യാക്കോബിന് ഇത് ലഭിക്കത്തക്കവണ്ണം ജോസഫ് ഇവിടെ പ്രവർത്തിക്കുകയാണ്. നമ്മൾ വായിക്കുന്നു, അവർ 70 ദിവസം യാക്കോബിന് വേണ്ടി വിലാപം കഴിച്ചുവെന്നാണ് മിസ്രയീം ദേശത്ത്. കാരണം ജോസഫിനോടുള്ള മിസ്രയീംകാരുടെ സ്നേഹം, ആ വലിയ കരുതൽ, ആ ദേശം മുഴുവൻ അവിടെ വിലാപം കഴിക്കുന്നതായ ഒരു സാഹചര്യം. അതിനുശേഷം സംസ്കരിക്കാൻ വേണ്ടി ഈ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള ഒരു വിലാപയാത്ര 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാം. നോക്കുക, യാക്കോബ് എന്തോ ഒരു വലിയ ഭാഗ്യവാനാണ്. ആരംഭം വളരെ മോശമാണെങ്കിലും അന്ത്യം ദൈവത്തിൽ ഇവിടെ സമാപിക്കുകയാണ്. അപ്പം ആ വിലാപയാത്രയിൽ ഫറവോ രാജാവിൻ്റെ വേലക്കാരും കാര്യസ്ഥന്മാരും പ്രമാണികളുമൊക്കെ ജോസഫിനോട് ചേർന്ന് യാക്കോബിൻ്റെ മൃതശരീരം സംസ്കരിക്കാൻ വേണ്ടി കനാനിലേക്ക് യാത്ര പോകുകയാണ്. കുഞ്ഞുങ്ങളെ മാത്രം കൊണ്ടുപോയില്ല. അത് ഒരുപക്ഷെ ഫറവോ രാജാവ് അനുവദിക്കാഞ്ഞതായിരിക്കാം. കാരണം കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുപോയാൽ അവരുടെ സ്വന്തം ദേശമാണല്ലോ കനാൻ. അവിടെ പോയ പിന്നെ ഒരുപക്ഷെ ജോസഫ് തിരിച്ചു വരത്തില്ല എന്ന ഭയം കൊണ്ടായിരിക്കാം അദ്ദേഹം കുഞ്ഞുങ്ങളെ വിടാതിരുന്നത്. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആരായാലും മടങ്ങി വന്നേ പറ്റുകയുള്ളല്ലോ. അപ്പോൾ ജോസഫിനെ അത്രമാത്രം അവർ സ്നേഹിക്കുന്നു എന്നുള്ളത് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെ മക്പേല ഗുഹയിൽ തൻ്റെ പിതാക്കന്മാരെ സംസ്കരിച്ച ആ മക്പേല ഗുഹയിൽ യാക്കോബിൻ്റെ മൃതശരീരം അവിടെ കൊണ്ട് അടക്കുവാൻ പോകുന്നു. ഉയർപ്പിൻ്റെ വലിയ പ്രത്യാശയിലാണ് പിതാക്കന്മാരുടെ കല്ലറയിൽ അടക്കപ്പെടുവാൻ അദ്ദേഹം ആഗ്രഹിച്ചത്. അതിനുശേഷം ശവസംസ്കാരമൊക്കെ കഴിഞ്ഞ് അവർ മടങ്ങി വന്നു. 14 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ ജോസഫിൻ്റെ സഹോദരന്മാരുടെ മനോഭാവം, അവരിപ്പോൾ ഭയപ്പെടുകയാണ്. തങ്ങളുടെ അപ്പൻ മരിച്ചുപോയി, അപ്പനുണ്ടായിരുന്നുകൊണ്ടായിരിക്കാം ജോസഫ് നമ്മളോട് പ്രതികാരം ചെയ്യാതിരുന്നത്. ഇനി ഒരു പക്ഷേ നമ്മളോട് പ്രതികാരം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള അവരുടെ മനോഭാവം. ഇതാണ് അവരുടെ കുറ്റബോധം അവരെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്.
അതാണ്, നമ്മളൊരു തെറ്റ് ചെയ്താൽ ആ കുറ്റബോധം നമ്മളെ വീണ്ടും വീണ്ടും ഇങ്ങനെ നമ്മളെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ജോസഫ് അവരോട് പറയുന്നുണ്ട്, ജോസഫ് അവരോട് പറഞ്ഞത്, നിങ്ങളെനിക്ക് തിന്മ ചെയ്തു, ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം അത് ചെയ്തത്. നിങ്ങളെനിക്ക് തിന്മ ചെയ്തെങ്കിൽ ദൈവത്തിന് അതുകൊണ്ടൊരു ഉദ്ദേശമുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്ത തിന്മയെ ദൈവം എനിക്ക് നന്മയാക്കി മാറ്റി, നിങ്ങൾക്ക് നന്മയാക്കി മാറ്റി. വിശുദ്ധ കുർബാനയിലെ തക്സായിൽ ഇങ്ങനെയൊരു പ്രാർത്ഥനയുണ്ട്: ദൈവമേ, ഞങ്ങൾക്ക് ദോഷവും നാശവും വരുത്തുന്ന സകലത്തെയും ഞങ്ങൾക്ക് ഗുണകരവും ലാഭകരവുമാക്കി മാറ്റി തരുമാറാകണമേ. ദോഷവും നാശവും വരുത്തുന്ന സകലത്തെയും ഗുണകരവും ലാഭകരവുമാക്കി മാറ്റി തരുമാറാകണമേ. അതാണ് ജോസഫിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. വീണ്ടും അവർ ജോസഫിനെ ഇവിടെ വന്ദിക്കുകയാണ്. ജോസഫ് ഇതിനു മുമ്പ് കണ്ടതായ സ്വപ്നം അതിവിടെ വീണ്ടും യാഥാർത്ഥ്യമാവുകയാണ്. 20-ാം വാക്യം വരുമ്പോൾ ഈ പ്രതിസന്ധിയുടെ കാരണം എന്തെന്ന് ജോസഫ് മനസ്സിലാക്കുന്നു. അതാണ് ജോസഫ് പറഞ്ഞത്, നിങ്ങളല്ല, ദൈവം എന്നെ അതിനു വേണ്ടി ഉപയോഗിച്ചതാണ് എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടം. നമുക്കെപ്പോഴും ഈ ഒരു കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ടാണ് ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നമ്മൾ വളരെയേറെ വിഷമിക്കുകയും നമ്മൾ നിരാശരാകുകയും ചെയ്യുന്നത്. ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവം അറിയാതെ അവൻ്റെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുന്നില്ല. ക്രൂശിൻ്റെ വഴി ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായും സന്തോഷത്തിൻ്റെ, പുനരുത്ഥാനത്തിൻ്റെ, ഉയർപ്പിൻ്റെ അനുഭവം വിശ്വാസികളുടെ ജീവിതത്തിലുണ്ട്. 21-ാം വാക്യത്തിലൊക്കെ നമ്മൾ വരുമ്പോൾ പ്രതികാരത്തിന് പകരം ജോസഫ് ഇവിടെ നന്മയാണ്, പരോപകാരമാണ് ഇവിടെ ചെയ്യുന്നത്. പ്രതികാര ബുദ്ധിയോടുകൂടി ജീവിക്കുന്നവൻ ഒരിക്കലും അനുഗ്രഹം അനുഭവിക്കാൻ സാധിക്കില്ല. അത് ആത്മീയമായ ഒരു മുരടിപ്പാണ്. നമുക്ക് മറ്റുള്ളവരുടെ ഉള്ള വെറുപ്പും വിദ്വേഷവും പകയും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. അത് നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് ജോസഫിൻ്റെ 22 മുതൽ നമ്മൾ പിന്നെ വായിക്കുന്നു, ജോസഫിൻ്റെ അന്ത്യമാണ്. 110 കൊല്ലം ജോസഫ് ജീവിച്ചു. ജോസഫ് ഇപ്പോൾ മരിക്കുകയാണ്. മറ്റു പിതാക്കന്മാരെക്കാളൊക്കെ ആയുസ് കുറവാണ് ജോസഫിനൂടെ കാണുന്നത്. പക്ഷേ അത്രയും നാളെ ജോസഫ് ജീവിച്ചുള്ളെങ്കിലും എന്തോ ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിരുന്നു ജോസഫിൻ്റെ ജീവിതമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ജോസഫ് പറയുന്നു, എന്നെ നിങ്ങൾ പോകുമ്പോൾ ഇവിടെ നിന്ന് എന്ന് നിങ്ങൾ സ്വന്തം ദേശത്തെ കനാനിലേക്ക് പോകുമോ അന്ന് എൻ്റെ അസ്ഥി കൂടി നിങ്ങൾ കൊണ്ടുപോകണം. ഇപ്പോൾ ജോസഫിന് പിതാക്കന്മാരുടെ കല്ലറയിൽ അടക്കപ്പെടാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഒരിക്കലും മിസ്രയീമിൽ ജോസഫിനെ വിട്ടുകൊടുക്കത്തില്ലെന്ന് ജോസഫിന് വളരെ നന്നായിട്ടറിയാം. അത്രമാത്രം മിസ്രയീം ദേശം മുഴുവൻ ആദരിച്ച് സ്നേഹിച്ച് ബഹുമാനിച്ച മനുഷ്യനാണ് ജോസഫ്. ജോസഫിൻ്റെ മൃതശരീരം മിസ്രയീമിൽ നിന്ന് കൊണ്ടുപോകാൻ ഫറവോ രാജാവോ അവിടുത്തെ ജനങ്ങളോ ഒരിക്കലും സമ്മതിക്കത്തില്ലെന്ന് ജോസഫിന് വളരെ നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ എന്ന് പോകുന്നുവോ അന്ന് നിങ്ങൾ എൻ്റെ അസ്ഥി കൂടി അവിടെ കൊണ്ടുപോകണം. കാരണം തങ്ങളുടെ പിതാക്കന്മാരുടെ ആ കല്ലറയിൽ അടക്കപ്പെടുവാനുള്ള ജോസഫിൻ്റെ ആഗ്രഹവും നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഇസ്രായേൽ ജനം ഇങ്ങനെ മടങ്ങി വരുമ്പോൾ ജോസഫിൻ്റെ അസ്ഥി കൂടി കൊണ്ടുവരുന്നത് നമുക്ക് പിന്നീട് കാണാൻ പറ്റും. അതുവരെയും അവനെ ഒരു പരിമളമൊക്കെ പൂശി ജോസഫ് ഈജിപ്റ്റ് ഒരു ശവപ്പെട്ടിൽ ജോസഫിൻ്റെ മൃതശരീരം അവിടെ സൂക്ഷിച്ചു വയ്ക്കുകയാണ്. അപ്പോൾ ഈ ഉൽപ്പത്തി പുസ്തകം 4 പിതാക്കന്മാരുടെ ജീവിതമായിരുന്നു. 12-ാം അധ്യായം മുതൽ നമ്മൾ കണ്ടത്. 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ സകല ജനത്തോടും ദൈവം ഇടപെടുന്ന ഒരു രീതിയാണെങ്കിൽ 12-ാം അധ്യായം മുതൽ വാഗ്ദത്ത പിതാക്കന്മാരുടെ ഒരു കാര്യം, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യോസേഫ്,
ഈ 4 പിതാക്കന്മാരുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ രത്നച്ചുരുക്കം എന്തെന്ന് വെച്ചാൽ, അബ്രാഹാമിനെ പോലെ വിശ്വാസത്തിലും, ഇസഹാക്കിനെ പോലെ അനുസരണത്തിലും, യാക്കോബിനെ പോലെ ദൈവത്തോട് പറ്റിച്ചേരുവാനും, ജോസഫിനെ പോലെ വിശുദ്ധിയിൽ ജീവിക്കാനും നമുക്ക് സാധിക്കണം. അബ്രാഹാം വിശ്വാസത്തിൻ്റെ വലിയ ഒരാളായിരുന്നു, നമുക്കറിയാം. ആ വിശ്വാസത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകണം. ഇസഹാക്ക് എപ്പോഴും അനുസരണത്തിൻ്റെ ഒരു മകനായിട്ടാണ് നമുക്ക് ഇസഹാക്കിൻ്റെ ജീവിതത്തെ കാണാൻ സാധിക്കുന്നത്. യാക്കോബിൻ്റെ ജീവിതത്തിൽ വലിയ ഒരു അനുഭവങ്ങളാണ് യാക്കോബിൻ്റെ ജീവിതം മുഴുവനും. അവസാനം അവൻ ദൈവത്തോട് പറ്റിച്ചേർന്ന് അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം, പ്രവചിക്കുവാൻ തക്കവണ്ണം വലിയ ശക്തനായി മാറിയ വ്യക്തിയാണ്. ജോസഫിൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ വിശുദ്ധിയുടെ വലിയ അനുഭവമായിരുന്നു ജോസഫിൻ്റെ ജീവിതം. പാപം ചെയ്യാനും പ്രതികാരം ചെയ്യാനും ധാരാളം അവസരം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ട് അതൊന്നും ചെയ്യാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് മറ്റുള്ളവരുടെ നന്മയെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിച്ച വലിയ ഒരു ദൈവപുരുഷനാണ് ജോസഫ്. ഈ 4 പിതാക്കന്മാരുടെ ജീവിതം വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിക്കുവാനും അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നതായ ആ പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ എങ്ങനെ പ്രത്യാശയോടെ അവർ തരണം ചെയ്തെന്നും ദൈവം എങ്ങനെ അവരെ വഴി നടത്തിയെന്നും നമുക്ക് വീണ്ടും വീണ്ടും വായിച്ച് ധ്യാനിക്കുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമുക്കിടയാകണം. ഈ ഉൽപ്പത്തി പുസ്തകം പഞ്ചഗ്രന്ഥങ്ങളിലെ 1-ാമത്തെ പുസ്തകമാണ്. 50 അധ്യായങ്ങളാണ്. ഈ ബൈബിൾ വായനയിൽ ഇതിനോട് ചേർന്ന് സഹകരിച്ച് എല്ലാവരെയും സർവശക്തനായ ദൈവം അനവരതമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇനി നാളെ മുതൽ പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ ഇത് പ്രവേശിക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി ഒരുങ്ങാം. ഈ വായിച്ച വേദഭാഗങ്ങളൊക്കെ വീണ്ടും സമയം കിട്ടുമ്പോൾ വീണ്ടും ആവർത്തിച്ച് വായിക്കുമ്പോഴാണ് വേദഭാഗം നമുക്ക് ഹൃദയസ്ഥമാകുന്നത്. അപ്രകാരം ഉള്ള ഒരു വായനാശീലം പുതുക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം അതിൽ നമ്മെ എല്ലാവരെയും ശക്തീകരിക്കുമാറാകട്ടെ.